അങ്ങനെ മരിച്ച വീട്ടിലേക്ക് വേദ വരുന്ന കാണാനായിട്ട്. ആ സമയത്ത് ശ്രീകാന്തിൻ്റെ ചന്ദ്രശേഖരൻ്റെ അടുത്ത് നിന്നിട്ട് പറയുന്നുണ്ട്, വേദ നിങ്ങളുടെ ഭീഷണി ഭയന്നിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത്, പക്ഷെ അതൊരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എന്ന് വെച്ചിട്ട് ഞാനത് തന്നെ തീരുമാനിച്ചോളന്നില്ല. ഞാനിത് എല്ലാവരോടും തുറന്നു പറയും, അച്ഛനോടും നിയമത്തിൻ്റെ മുന്നിലും. കാരണം നിങ്ങളിപ്പോൾ വിക്രമിനെ തൊട്ടാണ് കളിക്കുന്നത്. വിക്രമിൻ്റെ ജീവൻ വെച്ചിട്ടാണ് നിങ്ങൾ കളിക്കുന്നതെങ്കിൽ പിന്നെ ഞാനൊന്നും നോക്കൂല. വിക്രം നഷ്ടപ്പെട്ടാൽ പിന്നെ എനിക്കെന്ത് നോക്കാനാണ്? എനിക്കൊന്നും നോക്കാനില്ല. പിന്നെ ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കൂട്ടാളികളെയും ഒക്കെ നിയമത്തിന് മുന്നിൽ എത്തിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താണ് വേദ ശ്രീകാന്തിനെ. ഇത് കേട്ടിട്ട് ശ്രീകാന്തും ചന്ദ്രശേഖരനൊക്കെ ആകെ പേടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദ തീരുമാനം വേദ മാറ്റി എന്നുള്ള കാര്യം മനസ്സിലാവാണ്. ശ്രീകാന്ത് പറയാണ്, ഞങ്ങളിതിലൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാണ്. ആ തീരുമാനം ഈ പറഞ്ഞ വാക്ക് ഉറച്ചതായിരിക്കണം എന്ന് പറയാണ് കേട്ടോ വേദ. അപ്പോൾ ശ്രീകാന്ത് ഒന്നും മിണ്ടാതെ തലകുമ്പിട്ട് നിൽക്കുകയാണ്. ചന്ദ്രശേഖരനെയും കൂടിയിട്ട് വേദ ഒന്ന് നോക്കിയ ശേഷം തിരിച്ച് അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയാണ്, അവിടെ നമുക്ക് പണി തരുമോടാ എന്ന് ശ്രീകാന്തിനോട് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഏയ് അങ്ങനെയൊന്നും വഴിയില്ല അച്ഛാ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഇങ്ങനെ ആശ്വസിച്ച് നിൽക്കുന്നുണ്ട്. അതിനുശേഷം വേദ അകത്തേക്ക് ചെല്ലാണ്. വാസവന് നോക്കുമ്പോൾ വാസവൻ ആകെ വിഷമിച്ച് സങ്കടത്തോടുകൂടി കരഞ്ഞു നിൽക്കുകയാണ്. അത് കാണുമ്പോൾ വേദയ്ക്ക് സങ്കടം വരുന്നുണ്ട്. വാസവൻ്റെ മകനാണല്ലോ എന്തൊക്കെ പറഞ്ഞാലും നഷ്ടപ്പെട്ടത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ശ്രീജയും നന്ദിനിയും കൂടിയിട്ട് കിച്ചണൊക്കെ ശരിയാക്കാണ്. അടിച്ചു പരത്തിയ സാധനങ്ങളൊക്കെ അവരൊക്കെ എടുത്തു വയ്ക്കുകയാണ്. ഈ സമയത്ത് സാബു അവിടേക്ക് വരികയാണ്. അപ്പം മാഷും കമലാമ്മയൊക്കെ കൂടിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ചോദിക്കുന്നു, നിങ്ങളുടെ മകൻ വിക്രം എവിടെയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, വിക്രം ഇവിടെ ഇല്ല എന്ന് പറയാൻ കേട്ടോ. വിക്രം ഇവിടെ ഇല്ല എന്നറിയാം, പക്ഷേ അവൻ എവിടെയാണെന്നാണ് ചോദിച്ചതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രീജ വരികയാണ് കേട്ടോ. ശ്രീജ നന്ദിനിയും. ശ്രീജ പറയാണ്, വിക്രമാണ് ആ തെറ്റ് ചെയ്തതെന്ന് കരുതിയിട്ട് ഇവിടെ ഇന്നലെ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഈ വീട്ടിലെ സാധനങ്ങളൊക്കെ നശിപ്പിച്ചു. ഒരു ചെറിയൊരു സ്ഥാപനമാണ് ഈ ഒരു വീടിൻ്റെ ചായ്പിനോട് കൂടിയിട്ട് ഞാൻ നടത്തി വരുന്നത്. അതിൽ സാധനങ്ങളൊക്കെ വലിച്ചു വാരി നശിപ്പിച്ചു. എത്ര കാശാണ് ഞങ്ങൾക്ക് നഷ്ടം വന്നതെന്ന് അറിയുമെന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം സാബു പറയുന്നുണ്ട്, അതിനെന്താ പ്രശ്നം? അത്രയല്ലേ സംഭവിച്ചുള്ളൂ എന്ന് വിചാരിച്ചോ? കാരണം അത്രയും വലിയൊരു രാഷ്ട്രീയ നേതാവിൻ്റെ മകനെയാണ് വിക്രം കുത്തി കൊന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇതൊക്കെ സാധാരണയാണ്. അണികൾ വെറുതെ ഇരിക്കുമോ? ഇങ്ങനെ സംഭവിച്ചുള്ളൂ എന്ന് വിചാരിച്ചാൽ മതി. ഒരാളുടെ തല പോയതിന് പകരം നിങ്ങളിൽ ഒരാളുടെ തല എടുക്കാനൊന്നും ആരും ശ്രമിച്ചിട്ടില്ലല്ലോ. അത്രയും ആശ്വാസം എന്ന് വിചാരിച്ചാൽ മതി എന്നൊക്കെ പറയുകയാണേ. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ മകൻ എവിടെയും ചോദിക്കുമ്പോൾ വീണ്ടും പറയാണ്, അവനിവിടെ ഇല്ല എന്ന് പറയുകയാണേ. അപ്പോൾ നടു റോട്ടിലിട്ട് വരുണിനെ തല്ലിച്ചതച്ച കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേന്ന് ചോദിക്കുകയാണേ. അപ്പോൾ മാഷ് ചോദിക്കുകയാണ്, അന്ന് അങ്ങനെ ചെയ്തെന്ന് കരുതിയിട്ട് എല്ലാ കുറ്റവും അവൻ തന്നെ ചെയ്തതായിരിക്കുമോ? ഇന്ന് അത് ചെയ്തെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറയുകയാണേ മാഷ്. അപ്പോൾ സാബു പറയാണ്, ഇത് അവൻ തന്നെ ചെയ്തതാണ്, ദൃക്സാക്ഷി ഉണ്ടെന്ന് പറയുകയാണേ. അപ്പോൾ സാബു പറയുന്നുണ്ട്, അവനെ ഞാൻ വെറുതെ വിടുന്നു വിചാരിക്കേണ്ടെന്ന് പറയുകയാണേ. അവന് ഞാൻ കൊലക്കയറ് വരെയും വാങ്ങിച്ചു കൊടുക്കും. കൊലക്കയറ് വരെയും കിട്ടാൻ സാധ്യതയുള്ള ഒരു കുറ്റമാണ് അവൻ ചെയ്തിട്ടുള്ളതെന്നൊക്കെ പറയുമ്പോൾ കമലാമ്മ കരയുമ്പോൾ മാഷ് പറയും, കമല നീ കരയൊന്നും വേണ്ട, കോടതിയാണ് തെറ്റു ശരി തീരുമാനിക്കുന്നത്, അല്ലാണ്ട് പോലീസുകാരല്ല എന്ന് പറയും. അപ്പോൾ സാബു പറയുന്നുണ്ട്, അതിന് കോടതിയിലേക്കൊന്നും ഞാൻ അവന് വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. അവന് ഞാൻ ചോര തുപ്പിക്കുന്നത് വരെ തല്ലും. ഈ ജീവിതകാലം മുഴുവൻ അവൻ ചോര തുപ്പി നടക്കുന്ന രീതിയിലേക്ക് ആക്കി മാറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് സാബു അവിടെ നിന്ന് പോകാൻ കേട്ടോ. കമലാമ്മ കണ്ടതൊക്കെ കേട്ട് ആകെ വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഇതേസമയം രാജേട്ടനും ജോസഫും കൂടിയിട്ട് വിക്രമിന് ഭക്ഷണം കൊണ്ടുവരികയാണ്. അപ്പോൾ എത്ര നാളെന്ന് വിചാരിച്ച രാജേട്ടൻ ഞാനിങ്ങനെ ഇരിക്കുക, ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണെന്ന് പറയട്ടതേ, മണ്ടത്തരമൊന്നും കാണിക്കല്ലേ, എന്തായാലും കാര്യങ്ങളൊന്ന് കലങ്ങി തെളിയട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വാസവൻ്റെ ആൾക്കാർ നിന്നെ അന്വേഷിച്ച് തേടി നടക്കുന്നുണ്ട്, വീട്ടിലെങ്ങനെ അവർ വരുമെന്നാണ് എനിക്ക് സംശയം എന്ന് വിക്രം പറയുമ്പോൾ, ഏയ് അവർക്ക് വേണ്ടത് നിന്നെയല്ലേ, പിന്നെ എന്തിനാണ് അവർ വീട്ടിൽ പോകുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ രാജേട്ടൻ പറയുന്നുണ്ട്, പുളിക്കൻ വിക്രമിനെ കണ്ടു എന്നുള്ളതാണ് ഇപ്പോൾ പ്രശ്നമായിരിക്കുന്നത്. പുളിക്കനോ എന്ന് ചോദിക്കേണ്ട വിക്രം. അതെ, പുളിക്കനാണ് പറഞ്ഞത്, കുത്തിയിട്ട് ഓടുന്ന ആളെ കണ്ടപ്പോൾ നിൻ്റെ പോലെ തോന്നിയെന്ന് പറഞ്ഞ്. അപ്പോൾ വിക്രം എന്ന് വിളിച്ചപ്പോൾ അയാൾ തിരിഞ്ഞു നോക്കി. അപ്പോൾ നിൻ്റെ കൂടെ തന്നെ നീയാണെന്ന് വിചാരിച്ചിട്ട് നിൻ്റെ കൂടെ അവൻ ഓടിപ്പോന്നു. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവനെ തള്ളിയിട്ട് ആ കൊലയാളി ഓടിപ്പോയി എന്നാണ് അവൻ പറഞ്ഞതെന്ന് പറയട്ടോ. അപ്പോൾ ഇത് അവൻ ശരിക്കും പറഞ്ഞത് തന്നെയാണോ? അവൻ്റെ സംശയമാണോ? അവനങ്ങനെ കണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുളിക്കിനെ നമുക്ക് സംശയിക്കണം രാജേട്ടാന്ന് പറയട്ടോ. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഇത് അവൻ ശരിക്കും നമുക്കിട്ട് പണി തന്നിട്ടുള്ളതാണോ സംശയമുണ്ട്. ഞാനും ശ്രീനി സാറും കൂടി സംസാരിക്കുന്ന പല കാര്യങ്ങളും പല സമയത്തും പുറത്തായതായിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്നേ എനിക്ക് പുളിക്കിനെ സംശയം ഉണ്ടായിരുന്നു. ഇപ്പം ഇതും കൂടി കേട്ടപ്പോൾ എനിക്ക് സംശയം. നമുക്ക് അവനും ഒന്ന് പൊയ്ക്കാലോ രാജേട്ടാന്ന് പറയട്ടോ. പിന്നെ കാണിക്കുന്നത് പുളിക്കനിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ശുശു എന്ന് പറഞ്ഞിട്ട് ഒരാൾ വിളിക്കുകയാണേ. അന്നേരം തിരിഞ്ഞു നോക്കൂട്ടോ, അപ്പോൾ ആരെയും കാണുന്നില്ല. വീണ്ടും അങ്ങനെ തന്നെ വിളിക്കുകയാണേ. അപ്പോഴും ഒരാൾ കാണില്ലേ, പാമ്പെങ്ങാനാണോ? പാമ്പ് ശുശു എന്ന് വിളിക്കൂലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാണ് കേട്ടോ പുളിക്കൻ.
അന്നേരം വിക്രം പറയാണ് ചില പാമ്പുകൾ ശൂശു എന്ന് ഇങ്ങനെ വിളിക്കും പുളിക്ക എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് വിക്രമിനെ കാണുമ്പോൾ കർത്താവേ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ വിളിക്കുകയാണ് കേട്ടോ പുളിക്കൻ മനസ്സിലായി പെട്ടുപോയിന്ന്. തൊട്ട് പിന്നാലെ ജോസഫും രാജേട്ടനും മൂന്നാളും കൂടിയിട്ട് പുളിക്കനെ വളയാണ്. എന്നിട്ട് പുളിക്കൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, ഡാ പുളിക്ക, നീ എന്നെ കണ്ടോ, ഞാനാണ് കുത്തുന്നത്, നിനക്ക് എങ്ങനെ മനസ്സിലായി എന്നൊക്കെ ചോദിക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിന്നെ വിളിച്ചപ്പോൾ നീ തിരിഞ്ഞു നോക്കിയല്ലോ, എന്നിട്ട് നിന്റെ കൂടെയല്ലേ ഞാൻ ഓടി വന്നതെന്നൊക്കെ പറയാൻ കേട്ടോ. പുളിക്ക, നീ വെറുതെ തമാശ കളിക്കണ്ട, നീ സത്യം പറഞ്ഞേക്കി എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ പുളിക്കന് മനസ്സിലായി ഇനി ഒരു രക്ഷയില്ല എന്നുള്ള കാര്യം മനസ്സിലായപ്പോൾ പുളിക്കൻ രാജേട്ടനെ അങ്ങോട്ട് തട്ടിയിടുകയാണ്. എന്നിട്ട് ഓടി രക്ഷപ്പെടാണ്. രാജേട്ടൻ വീണത് കണ്ടതുകൊണ്ട് തന്നെ വിക്രമിനും ജോസഫിനും രാജേട്ടനെ പിടിച്ചെഴുന്നേൽപ്പിക്കാതിരിക്കാൻ വയ്യ. അങ്ങനെ രാജേട്ടനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ഓടിയിട്ട് വിക്രം ഒരു വടി എടുത്ത് എറിയും കേട്ടോ പുളിക്കനെ. എന്നിട്ട് പുളിക്കനപ്പോഴേക്കും വീഴും. പിന്നെ വന്നിട്ട് രാജേട്ടനും ജോസഫും വിക്രമും കൂടിയിട്ട് അയാളെ തല്ലി ചതയ്ക്കാണ് കേട്ടോ. നല്ല അടിയിട്ടാണ് ചുമരിനോട് ചേർത്ത് നിർത്തി അടിക്കുകയാണ്. അപ്പോഴേക്കും പുളിക്കൻ കരഞ്ഞ് നിലവിളിക്കുകയാണ്, അയ്യോ അടിക്കല്ലടാ, എടാ വിക്രം എന്നെ അടിക്കല്ലടാ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ജോസഫ് പറയടാ, നീ ആര് പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്തത്, ആരാടെ കൊലപാതകത്തിന് പിന്നിൽ നിന്നൊക്കെ ചോദിച്ചിങ്ങായിട്ട് അടിക്കുകയാണ്. വിക്രമിനെ എന്നാണെങ്കിൽ ശരിക്കും കിട്ടുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് പെട്ടെന്ന് തന്നെ പുളിക്കൻ തുറന്നു പറയാൻ പോകുന്നു എന്നുള്ള രീതിയിലാക്കിയിട്ട് വിക്രമിൻ്റെ കണ്ണിലേക്ക് മണ്ണ് വാരി എറിഞ്ഞതിന് ശേഷം ഒറ്റ ഓട്ടം ഓടിക്കളിയാണ്. അങ്ങനെ കാട്ടിലേക്ക് അയാൾ ഇറങ്ങിപ്പോയി ഒരു മരത്തിൻ്റെ ബാക്കിൽ നിൽക്കും. വിക്രമും ജോസഫ് രാജേട്ടനെ അന്വേഷിച്ചിട്ട് അയാളെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അയാൾ ആ മരത്തിൻ്റെ അടുത്ത് വെച്ചിട്ട് ശ്രീകാന്തിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ ഫോൺ റിങ് ചെയ്യണ കേൾക്കുമ്പോൾ ആരാന്ന് വർഷ ചോദിക്കുന്നുണ്ടെങ്കിൽ നിനക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് ശ്രീകാന്ത്. അങ്ങനെ ശ്രീകാന്ത് ഹാളിൽ വന്നിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ സാറേ, ഞാൻ പെട്ടു സാറേ എന്ന് പറയട്ടെ, എന്താടാ അവനെന്നെ കണ്ടുപിടിച്ചു എന്നൊക്കെ പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ വേദയാണെന്നുണ്ടെങ്കിൽ കിച്ചണിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഇറങ്ങുന്ന സമയത്താണ് ശ്രീകാന്ത് ഫോണിൽ സംസാരിക്കുന്നത് കാണുന്നത്. വേഗം തന്നെ ആ വെള്ളം ജഗ് അവിടെ വെച്ചിട്ട് ശ്രീകാന്തിൻ്റെ സംസാരം മറിഞ്ഞു നിന്ന് കേൾക്കാണ്. അപ്പോൾ എന്താണ് സംസാരിക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്നിട്ട് എന്നൊക്കെ ചോദിക്കുന്നുള്ളേ. അപ്പോൾ പുളിക്കനാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട്, സാറേ അവർക്ക് മനസ്സിലായി ഞാൻ ആർക്കോ വേണ്ടിയിട്ട് നുണ പറഞ്ഞതാണെന്നുള്ള കാര്യം. എന്തായാലും ഞാൻ നുണ പറഞ്ഞതാണെന്ന് സമ്മതിക്കേണ്ടി വന്നു സാറേ എന്ന് പറയാം കേട്ടോ. ഇനി അവരെന്നെ തട്ടിക്കളയോ എന്നൊക്കെ ചോദിക്കുകയാണേ. അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട്, അവൻ നിന്നെ തട്ടിക്കളയുന്നതിന് മുമ്പ് ഞാൻ നിന്നെ തട്ടിക്കളയോടാ എന്നൊക്കെ പറയാണ് കേട്ടോ. അയ്യോ സാറേ, എന്നെ കൊല്ലരുതിട്ടോ സാറേ, എന്തായാലും വാങ്ങിച്ച കാശിന് ഞാൻ നന്ദി കാണിക്കും എന്നൊക്കെ ശ്രീകാന്ത് പറയണേ. ഒരിക്കലും ഞാൻ സാറിൻ്റെ പേര് പറഞ്ഞിട്ടില്ല, പറയേയില്ല എന്നൊക്കെ പറയുകയാണേ. ഇതൊക്കെ വേദ കേട്ട് നിൽക്കുകയാണ്. സാറില്ല, നീ ഒരു കാര്യം ചെയ്യ്, വിക്രം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലം ഒന്ന് കണ്ടുപിടിക്കുക, എന്നിട്ട് നീ എന്നെ വിളിച്ച് പറയും, ഞാനപ്പോൾ വാസവിൻ്റെ ആൾക്കാർക്ക് വിളിച്ച് പറഞ്ഞോളാം, വാസവിൻ്റെ ആൾക്കാർ അവനെ തീർത്തോളൂ എന്ന് പറയുകയാണ്. ഇതൊക്കെ വേദ കേട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ പുളിക്കനാണെന്നുണ്ടെങ്കിൽ നോക്കുകയാണ് കേട്ടോ, നിന്നിട്ട് മറിഞ്ഞു നിന്നിട്ട്. മുളിക്കൻ്റെ മുണ്ടൊക്കെ ഊരി പോയിട്ടുണ്ടായിരുന്നേ, ഷർട്ട് മാത്രമൊക്കെ ഇട്ടിട്ടോ അയാൾ. അങ്ങനെ തിരിഞ്ഞ് നിന്നിട്ട് നോക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, പുളിക്കനാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ചിട്ടുള്ളത്, ഉറപ്പായിട്ടും വേഗം തന്നെ നിങ്ങൾ ചെന്ന് ശ്രീനി സാറിനോട് ഇത് കാര്യങ്ങൾ പറയണം. അതിനുശേഷം അവൻ്റെ സംഭാഷണം റെക്കോർഡ് ചെയ്തിട്ട് പോലീസിൽ ഏൽപ്പിക്കണം. അതിനുശേഷം എനിക്ക് പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുകയാണേ. അപ്പോൾ രാജേട്ടൻ ജോസഫും സമ്മതിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം ചെയ്യ്, നിൻ്റെ ഫോണ് എൻ്റെ കയ്യിൽ തായോ, എൻ്റെ ഫോൺ നിൻ്റെ കയ്യിലും തരാം, അല്ലെങ്കിൽ നീ എവിടെ ഇരിക്കണമെന്നുള്ളത് ലൊക്കേഷൻ ട്രേസ് ചെയ്യും പോലീസുകാരെന്ന് പറയാനിട്ട് അങ്ങനെ ജോസഫിൻ്റെ ഫോൺ വിക്രമിൻ്റെയിലും വിക്രമിൻ്റെ ഫോൺ ജോസഫിൻ്റെയിലും കൈമാറുകയാണ്. രാജേട്ടൻ ഇവിടെ ഇരുത്തണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ട, ഞാനിവിടെ നിന്നോളാം, നിങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അറിയിച്ചിട്ട് വായോ എന്ന് പറയാൻ കേട്ടോ. ഇതേ സമയം പുളിക്കനാണെന്നുണ്ടെങ്കിൽ മറിഞ്ഞു നിന്നിട്ട് വിക്രമിനെ എവിടേക്കാണ് അവർ കൊണ്ടുവന്നാക്കുന്നതെന്നുള്ള സ്ഥലമൊക്കെ കണ്ടുപിടിക്കുകയാണ്. അതിനുശേഷം ജോസഫ് രാജേട്ടൻ തിരികെ പോവുകയാണ്. ഉടനെ തന്നെ ശ്രീകാന്തിൻ്റെ ഫോണിലേക്ക് വീണ്ടും വിളിക്കുകയാണ്. ശ്രീകാന്താണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വേദയാണെന്നുണ്ടെങ്കിൽ വാതിലിൻ്റെ മറവിൽ ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അങ്ങനെ ശ്രീകാന്ത് എൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് സ്പോട്ട് പറഞ്ഞു കൊടുക്കാണ് കേട്ടോ. ഒരു ഐസ് പ്ലാന്റിൻ്റെ അടുത്തൊരു കെട്ടിടത്തിൻ്റെ ഉള്ളിലാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സ്ഥലവും കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, ആ ഭാഗത്ത് തന്നെ നിന്നോ, ഞാൻ വാസവനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് നേരെ വാസവനെ വിളിക്കാൻ പോവുകയാണേ. അപ്പോൾ വാസവനോട് ഭാര്യ പറയുന്നുണ്ട്, നന്നായിട്ടൊന്ന് കണ്ണടച്ച് കിടക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണേ. അപ്പോഴേക്കും കോള് വരികയാണ് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, വിക്രം ഇരിക്കുന്ന സ്ഥലം ഞങ്ങൾ കണ്ടുപിടിച്ചു, ഇന്ന സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് സ്പോട്ട് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. ആ സ്പോട്ട് കറക്റ്റായിട്ട് വേദ കേൾക്കുന്നുണ്ട്, ഇന്ന സ്ഥലത്താണെന്നുള്ളത്. അപ്പോൾ വാസവൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, വിക്രം തന്നെയാണല്ലോ ഇത് ചെയ്തതെന്ന് നല്ല ഉറപ്പല്ലേ എന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, 100% ഉറപ്പാണെന്ന് തന്നെ പറയാണ് കേട്ടോ. അപ്പോൾ വിക്രമാണ് ഇത് ആണോ അല്ലേ എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചോദിച്ചത്. അപ്പോൾ ശ്രീകാന്ത് ഉറപ്പ് പറയാണ്.
അങ്ങനെ വാസവൻ പറയാണ് ശരി, ബാക്കിയുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് തോക്ക് കൊടുത്തിങ്ങോട്ട് പോകാൻ പോവുകയാണെ. അപ്പോഴേക്കും ഭാര്യ ഓടി വന്നിട്ട് പറയുന്നുണ്ട് എവിടേക്കാണ് പോകുന്നത്, എന്തിനാ പോകുന്നത് എന്നോട് പറഞ്ഞിട്ട് പോകുന്നൊക്കെ പറയുമ്പോൾ വാസവൻ പറയാണ് അവൻ ഒളിച്ചിരിക്കുന്ന സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ നിങ്ങൾ നേരിട്ട് പോകണ്ട, പോലീസിനോട് പറഞ്ഞാൽ പോരെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വാസവൻ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ അപ്പോഴേക്കും അവർ വന്നിട്ട് കൈയും പിടിക്കുന്നുണ്ട്, കൈ പിടിച്ച് വലിക്കുന്നുണ്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവരെ കൈ തട്ടി എറിഞ്ഞിട്ട് വാസവൻ ഇറങ്ങി പോവുകയാണ്. ശ്രീകാന്ത് ആണെങ്കിൽ സന്തോഷത്തോട് കൂടിയിട്ട് ചിരിച്ച് എഴുന്നേൽക്കാണ് കേട്ടോ. രണ്ടാളുടെ കാര്യം കഴിഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ. ഇതേ സമയം വേദയാണെന്നെ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് വേദ ജോസഫിൻ്റെ ഫോണിലേക്ക് വിളിക്കും, വിക്രമിൻ്റെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ജോസഫാണ് എടുക്കുന്നത്. അപ്പോൾ ജോസഫിനോട് പറയും വിക്രമിനെ എത്രയും പെട്ടെന്ന് ആ സ്ഥലത്തു നിന്നും മാറ്റിയിട്ട് വേഗം തന്നെ ചക്രപാണി സാറിൻ്റെ ഓഫീസിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയുകയാണ്. അങ്ങനെ ജോസഫ് വേഗം തന്നെ കാട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിലും വിക്രം ഇങ്ങനെ മനസ്സിലാക്കാണ് വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ വാസവൻ തന്നെ അന്വേഷിച്ച് വന്നു എന്നുള്ളത്. അങ്ങനെ എനിക്ക് വണ്ടി എടുത്ത് ഓടുന്ന സമയത്ത് വെടിവെച്ച് വീഴ്ത്താണ് കേട്ടോ. വേദയാണെന്നുണ്ടെങ്കിൽ രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട് വിക്രമിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വേദ അവിടെ എത്തുമ്പോഴേക്കും വിക്രമിനെ വെടി കൊണ്ടിട്ടുണ്ടാവും. അങ്ങനെ ജോസഫും വേദയും കൂടി വിക്രമിനെ രക്ഷിച്ചു കൊണ്ടുപോകുന്നുണ്ട്.